വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റെനോ പി രാജന്റെ അടൂരിലെ വീട്ടിൽ ഉൾപ്പെടെയാണ് പരിശോധന നടക്കുന്നത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീത്ത്, ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്? അന്വേഷണ സംഘത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കം ഏത് തരത്തിലാണ്? അല്പം കൂടി സജീവമാക്കുന്നുണ്ടോ നടപടികൾ? വിവരങ്ങൾ എന്താണ് ശ്രീകുമാരൻ? തീർച്ചയായും ടി കെ, ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഉറവിടം പത്തനംതിട്ടയിലെ അടൂർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം ജന്മനാട് തന്നെയാണ് എന്ന കൃത്യമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നത്. ഇതിനു മുൻപും ഇവിടുത്തെ ചില പ്രാദേശിക നേതാക്കളുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ വീടുകളിലും അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായി വിലയിരുത്തപ്പെടുന്ന റെനോ പി രാജന്റെ വീട്ടിലേക്ക് ഒരു പരിശോധനയുമായി എത്തിയത്. ഈ വീട്ടിൽ നിന്ന് ചില ഇലക്ട്രോണിക് സാധനങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തു എന്ന പ്രാഥമികമായ വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം ഈ വീട്ടിൽ പരിശോധന ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവർ എങ്ങോട്ടാണ് പോയത്, മടങ്ങിപ്പോയതാണോ അതോ ഇനി മറ്റെവിടെയെങ്കിലും പരിശോധനയ്ക്ക് വേണ്ടി പോയതാണോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുടെ ഫോൺ ഇതിനകം തന്നെ പിടിച്ചെടുത്തിരുന്നു. അതിലൊക്കെ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ കണക്റ്റിംഗ് ഡോക്യുമെന്റ്സിന് വേണ്ടി മറ്റു മേഖലകളിലേക്ക് കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലേക്കും അതുപോലെ തന്നെ അവരിലേക്കും ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംഘം ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തേക്കാണോ അതോ ഇനി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്കോ ആണോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് പോലീസ് അവസാനിപ്പിച്ചിട്ടില്ല. തങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന സൂചനയാണ് ക്രൈംബ്രാഞ്ച് ഇതിലൂടെ നൽകുന്നത്. ശരി, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലല്ല എന്നുള്ളൊരു വിമർശനം കൂടി ഉയർന്നു കേൾക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ് നടക്കുന്നു. ശ്രീകുമാരൻ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.